അന്തരിച്ച മുതിർന്ന സിപിഐഎം നേതാവ് എം ലോറൻസിന് രാഷ്ട്രീയ കേരളത്തിന്റെ അന്ത്യാഞ്ജലി നൽകി. മൃതദേഹം ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൽ എറണാകുളം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് കൈമാറി. അതിനിടെ പൊതുദർശന സ്ഥലത്ത് സംഘപരിവാർ ബോധപൂർവം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിച്ചത്. സാലി മുഹമ്മദ് വിശദമായ വിവരങ്ങൾ നൽകും. അങ്ങേയറ്റം വികാരനിർഭരമായ യാത്രയപ്പാണ് രാഷ്ട്രീയ കേരളം എം ലോറൻസിന് നൽകിയത്. രാവിലെ ആശുപത്രിയിൽ നിന്ന് മൃതദേഹം എടുത്തതു മുതൽ വിവിധ ഇടങ്ങളിൽ പൊതുദർശന കേന്ദ്രങ്ങളിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തി. ആശുപത്രിയിലും തുടർന്ന് വീട്ടിലും പിന്നീട് ലെനിൻ സെൻറ്ററിലും ഒട്ടേറെ പേർ മൃതദേഹത്തിൽ അന്ത്യോപചാരം അർപ്പിക്കാനെത്തി. ലെനിൻ സെൻറ്ററിൽ വെച്ചാണ് ചെങ്കൊടി പുതപ്പിച്ചത്. പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, മന്ത്രിമാർ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ തട്ടിലുള്ള നേതാക്കന്മാർ മൃതദേഹത്തിൽ അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയും ചെങ്കൊടി പുതപ്പിക്കുകയും ചെയ്തു. തുടർന്നാണ് പൊതുദർശന വേദിയായ എറണാകുളം ടൗൺ ഹാളിലേക്ക് എത്തിച്ചത്. അവിടെ ആയിരങ്ങൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ പ്രിയ സഖാവിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബാംഗങ്ങൾക്കും പാർട്ടി നേതാക്കൾക്കുമൊപ്പം ഏറെ സമയം ചെലവഴിച്ചാണ് അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തത്. ഒപ്പം മന്ത്രിമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ, പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ MA ബേബി, A വിജയരാഘവൻ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഒട്ടേറെ CPIM നേതാക്കൾ, ഒപ്പം വിവിധ ഘടകകക്ഷി നേതാക്കൾ, ഒപ്പം തന്നെ UDFൻ്റെ, കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ നേതാക്കളും ഒക്കെ ഈ ടൗൺ ഹാളിലെത്തി എം ലോറൻസിന് അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങുകയും ചെയ്തു. ഒപ്പം സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർക്കൊപ്പം ചലച്ചിത്ര മേഖലകളിലെയും സാംസ്കാരിക മേഖലയിലെയും സാഹിത്യ മേഖലയിലും ഒക്കെ പ്രമുഖർ, മമ്മൂട്ടി, MK സാനുമാഷ് ഉൾപ്പെടെയുള്ളവർ അന്ത്യാഭിവാദ്യം അർപ്പിക്കാനെത്തുകയും ചെയ്തു. ഏതായാലും വലിയ വികാരനിർഭരമായ യാത്രയപ്പാണ് എം ലോറൻസിന് ലഭിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും. വൈകിട്ട് മൃതദേഹം മുൻ നിശ്ചയിച്ച പ്രകാരം, അദ്ദേഹത്തിൻ്റെ അഭിലാഷപ്രകാരം തന്നെ പഠനാവശ്യത്തിനായി മെഡിക്കൽ കോളേജിന് കൈമാറാനായിരുന്നു തീരുമാനം. അതിനനുസരിച്ച് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടെയാണ് ചില അനിഷ്ട സംഭവങ്ങൾ, നാടകീയ സംഭവങ്ങൾക്കൊക്കെ വഴിവെച്ചത്. എം ലോറൻസുമായി ഏറെ നാൾ അകന്ന് കഴിയുകയായിരുന്ന മകൾ ആശയും BJPയിൽ അംഗത്വം എടുക്കുക വഴി വിവാദത്തിലായ ആശയുടെ മകനും ഒക്കെയാണ് അത്തരത്തിലൊരു നീക്കത്തിന് പിന്നിൽ. ഈ മൃതദേഹം ഈ പൊതുദർശനത്തിന് വെച്ചിരുന്ന ഇടത്തേക്ക് രാവിലെ എത്തുകയും തങ്ങൾക്ക് മൃതദേഹം വിട്ടു നൽകണം, പള്ളിയിൽ സംസ്കരിക്കാൻ അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരുടെ ആവശ്യം ബന്ധുക്കൾക്ക് മുമ്പാകെ ഉന്നയിച്ചു. പക്ഷേ എം ലോറൻസിൻ്റെ മറ്റു മക്കളും ബന്ധുക്കളും ഒക്കെ അക്കാര്യത്തിൽ മറിച്ചൊരു നിലപാടായിരുന്നു. എം ലോറൻസിൻ്റെ ആവശ്യം അത് മൃതദേഹം പഠനാവശ്യത്തിന് വിട്ടു നൽകണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷം സാക്ഷാത്കരിക്കണം എന്ന് മകൻ ഉൾപ്പെടെയുള്ള മറ്റു ബന്ധുക്കൾ നിലപാടെടുത്തു. തുടർന്ന് അവർ പിൻവാങ്ങി. പക്ഷേ ആ പിൻവാങ്ങൽ കോടതിയിലേക്കായിരുന്നു. ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചു. തൻ്റെ പിതാവിൻ്റെ മൃതദേഹം തനിക്ക് വിട്ടു നൽകണം, പള്ളിയിൽ സംസ്കരിക്കാൻ നടപടി ഉണ്ടാക്കണം, മൃതദേഹം ആശുപത്രി അധികൃതർ വിട്ടു നൽകരുത് തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു ഹർജിയിലുണ്ടായിരുന്നു. ഹർജി പരിഗണിച്ച കോടതി അക്കാര്യത്തിൽ ഇവരുടെ ഹർജി അംഗീകരിക്കാൻ തയ്യാറായില്ല. മൃതദേഹം ആശുപത്രിക്ക് തന്നെ വിട്ടു നൽകട്ടെ എന്ന് കോടതി തീരുമാനിച്ചു. മൃതദേഹം പള്ളിയിൽ സംസ്കരിക്കണം എന്ന ആവശ്യവും കോടതി നിരാകരിച്ചു. ഒപ്പം അതിന് പോലീസ് സംരക്ഷണം നൽകണം എന്ന ആവശ്യവും മകൾ ആശ ഹർജിയിൽ മുന്നോട്ട് വച്ചിരുന്നു. അതും കോടതി അനുവദിച്ചില്ല. മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് അധികൃതർ തന്നെ ഏറ്റുവാങ്ങട്ടെ. അതിനുശേഷം ഈ മക്കൾ തമ്മിലുള്ള ഈ തർക്കത്തിൽ അതൊരു തീർപ്പാകുന്നതുവരെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കുക, തുടർന്ന് നിയമപ്രകാരം അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കുക എന്ന് ആശുപത്രി അധികൃതരോട് നിർദ്ദേശിച്ചുകൊണ്ട് ഹർജി തീർപ്പാക്കുകയായിരുന്നു. മകളുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടുകൂടി അതുമായി ബന്ധപ്പെട്ട നിയമക്കുരുക്ക് ഒഴിവായി. വൈകിട്ട് 4 മണിയോടെ മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ വിട്ടു നൽകുന്നതിനുള്ള നടപടികളിലേക്ക് കടന്നു. ഔദ്യോഗിക ബഹുമതി അർപ്പിച്ചതിന് ശേഷം മൃതദേഹം കൈമാറാൻ ശ്രമിക്കുമ്പോഴാണ് വീണ്ടും നാടകീയ നീക്കവുമായി മകൾ ആശ എത്തിയത്. മൃതദേഹം കൈമാറുന്നതും നീക്കുന്നതും അവർ തടയുകയായിരുന്നു. തനിക്ക് വേണം മൃതദേഹം എന്നുള്ളതായിരുന്നു അവരുടെ നിലപാട്. പക്ഷേ കോടതി വിധി മറിച്ചായതിനാലും മറ്റു ബന്ധുക്കൾ കർശന നിലപാട് സ്വീകരിച്ചതിനാലും ഇക്കാര്യത്തിൽ അത്തരൊരു നീക്കത്തിലേക്ക് കടക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ബന്ധുക്കളും മറ്റും ചേർന്ന് മൃതദേഹം ആശുപത്രി അധികൃതർക്ക് കൈമാറുകയും ചെയ്തു. വികാരനിർഭരമായ വിടവാങ്ങലായിരുന്നു, യാത്രയപ്പായിരുന്നു എം ലോറൻസിന് നൽകിയത്. ജീവിതകാലം മുഴുവൻ നിലപാടുകളുടെ പേരിലും ഒക്കെ ഉറച്ച നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയനായിരുന്ന, ഉറച്ച കമ്മ്യൂണിസ്റ്റായിരുന്ന, തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനു വേണ്ടി ജീവിച്ച, പുരുഷായുസ് മുഴുവൻ അതിനുവേണ്ടി ചെലവഴിച്ച നേതാവ് അവസാന നിമിഷവും, അതായത് മരണാനന്തരവും തൻ്റെ ജീവിതം മാതൃകയാക്കിയെന്ന് തന്നെ പറയാം. മൃതദേഹം ആശുപത്രിക്ക് വിട്ടു നൽകണം എന്നുള്ള നിലപാട് തന്നെയാണ് അദ്ദേഹം മക്കളോട് പറഞ്ഞത്. അതിനനുസരിച്ച് നടപടികൾ പൂർത്തിയാക്കി. പക്ഷേ ഈ നിയമക്കുരുക്ക് ഉണ്ടായതിനാൽ
അതിൽ ഒരു കാലതാമസം നേരിടും. ഇനി ആശുപത്രി അധികൃതരാണ് തീരുമാനിക്കേണ്ടത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റു മക്കളുടെ പ്രതികരണം ഈ ആശ എന്ന മകൾക്കെതിരായിരുന്നു. കാരണം ഏറെ നാളായി ഈ ആശ കുടുംബമായിട്ട് പിണങ്ങിക്കഴിയുകയായിരുന്നു. സംഘപരിവാർ കൂടാരത്തിലായിരുന്നു അവർ. ഇപ്പോൾ ഇത്തൊരു നീക്കത്തിന് പിന്നിലും ചില RSS നേതാക്കളും സംഘപരിവാർ നേതാക്കളുമാണ് ഉള്ളത്. ഈ ഹർജി കൊടുപ്പിച്ചത് തന്നെ RSS നേതാക്കളാണെന്നുള്ളതിന് തെളിവാണ് ഹർജിക്കാരിയുടെ അഭിഭാഷകനായി അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന സംഘപരിവാർ. തീർച്ചയായും സാലി പറഞ്ഞതുപോലെ ഇന്ന് നടന്ന സംഭവ വികാസങ്ങൾ ഇതിന് ഒരുപാട് മുൻപ് തന്നെ MM ലോറൻസ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നടത്തിയിട്ടുള്ള ചില പ്രതികരണങ്ങൾ അതൊക്കെയും ഈ നിലയിലൊക്കെയാണ് തന്നെയാണ് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും MM ലോറൻസ് എന്ന വിപ്ലവകാരിക്ക് കേരളം അർഹിക്കുന്ന തരത്തിലുള്ള യാത്രയയപ്പ് നൽകിയിരിക്കുകയാണ്. സാലി മുഹമ്മദ് വിവരങ്ങൾ നൽകിയത്.